അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു കൂന്തൽ കറിയാണ്. അപ്പോൾ നല്ലതുപോലെ ക്ലീൻ ചെയ്ത ഒരു 500 ഗ്രാം കൂന്തൾ, പിന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു സബോള വട്ടത്തിലരിഞ്ഞത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 പച്ചമുളക് സെൻറ്ററിങ്ങനെ കീറിയിട്ട് 2 പച്ചമുളക്, പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത്യാവശ്യം ഒരു 5 വെളുത്തുള്ളിയും അത്യാവശ്യം ഒരു മീഡിയം വലിപ്പമുള്ള ഒരു ഇഞ്ചിയും ചതച്ചെടുത്തത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു ഏകദേശം കുറച്ച്, അത്യാവശ്യം ഒത്തിരി വേണ്ടല്ലോ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണ്, പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല 1 ടേബിൾ സ്പൂൺ ഇടാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ്, നമുക്കൊരു ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് മതിയാവുമായിരിക്കും. നമുക്ക് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഒന്നുകൂടി നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ അടിക്കുന്നവിടം വരെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ നിന്നായ സാധനം കൂന്തൽ വേറൊരു ചട്ടിയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു തേങ്ങേൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ തേങ്ങാപ്പാലില്ലേ, അതിൻ്റെ ഫസ്റ്റ് പാല് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് പാൽ കേട്ടോ, ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കണ്ടേ, നമുക്കൊന്ന് ജസ്റ്റ് കടുക് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തേക്കും കൂടി ഇടാം കേട്ടോ. നമുക്ക് നല്ല തേങ്ങ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. കടുക് അങ്ങോട്ട് പൊട്ടിക്കുക. വെളിച്ചെണ്ണ കഴിയുമ്പോൾ കടുക് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ കടുപുട്ട് എന്നുള്ള പൊട്ടലുണ്ടല്ലോ, അത് കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ഒരു 4 ഉള്ളിയില്ലേ, അതെടുത്തിട്ട് ഇട്ടങ്ങോട്ട് നല്ലൊന്ന് ചെറിയ ഉള്ളി ചെയ്തിട്ട് ഇതിട്ട് ഇങ്ങനെ മാറിയ ബ്രൗൺ കളറിനൊക്കെ എത്തുമ്പോൾ അങ്ങോട്ട് ഒഴിച്ച് അടിപൊളി കേട്ടോ. എൻ്റെ അടിക്കില്ല, അങ്ങോട്ട് സ്മെല്ലുണ്ടല്ലോ. കറി റെഡിയാണ്. നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.